അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൻ്റെ മൊഡ്യൂൾ 2 ആണ്. പാർട്ട് ബിയിലത്തെ നമ്മൾ മൊഡ്യൂൾ 2 ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിൽ ആക്ച്വലി നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ആ 2 ക്വസ്റ്റ്യൻസിനും എന്തുണ്ട്, പാർട്ട് എയും പാർട്ട് ബിയും ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ പാർട്ട് എ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. മിസ്റ്റർ ശ്യാം, എ ഹിസ്റ്ററി പ്രൊഫസർ, വുഡ് ലൈക്ക് ടു നോ ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ പോപ്പുലേഷൻ ഓഫ് അവർ കൺട്രി per decades given the first decades and the last decade. Other given data into the population at the beginning of each decades. Draw a flowchart for determine the percentage increase in the population. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? മിസ്റ്റർ ശ്യാമിന് എന്ത് ചെയ്യണം? ടു കാൽക്കുലേറ്റ് ചെയ്യണം. എന്തിന്? ഹൗ മച്ച് ദ പോപ്പുലേഷൻ ഇൻക്രീസ്ഡ്. എങ്ങനെ ഇൻക്രീസ് ചെയ്തത്? ഇൻ പെർസെൻറ്റേജിൽ ഫ്രം 1 decade ടു ദ നെക്സ്റ്റ്. ഇതാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? തന്നിരിക്കുന്നത് എന്താണ്? we are given എന്താ population at the beginning of each decade, first decade and last decades. calculate ചെയ്യുന്നു percentage increase for each decade-ന്റെ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. യൂസ് എ ഫ്ലോ ചാർട്ട് അപ്രോച്ച് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ്? ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് എന്താണ്, നമുക്ക് കീ ഫോർമുലയാണ് ഉള്ളത്. അതെന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് ഇതിൽ കൊടുക്കേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് പെർസെൻറ്റേജ് ഇൻക്രീസ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഐ പ്ലസ് 1 മൈനസ് പി ഓഫ് ഐ ഡിവൈഡഡ് ബൈ പി ഐ ഇൻറ്റു 100. പി ഐ എന്ന് പറയുന്നത് പോപ്പുലേഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ കറന്റ് ഡിക്കേഡിൻ്റെ ആണ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഇതെന്താണ്? പി ഐ പ്ലസ് 1 എന്ന് പറയുന്നത് പോപ്പുലേഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ നെക്സ്റ്റ് ഡിക്കേഡിൻ്റെ ആണ് വരുന്നത്. മനസ്സിലായോ? ഇതാണ് പെർസെൻറ്റേജ് ഇൻക്രീസിന് നമ്മൾ എടുക്കുന്നത്. അപ്പൊ നമ്മൾ അൽഗോരിതം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അൽഗോരിതം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് മീൻസ് എന്താണ്? ആ അൽഗോരിതത്തിന് ബിഗിനിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇൻപുട്ട് നമ്പർ ഓഫ് ഡിക്കേഡ് n എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാം how many decades are involved. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 decades ആണെന്ന് വിചാരിക്കും. 4 decades ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. 1ഉം 2ഉം 2ഉം 3ഉം തമ്മിൽ കമ്പയർ ചെയ്യും. 3ഉം 4ഉം തമ്മിൽ എന്ത് ചെയ്യും? നമ്മൾ കമ്പയർ ചെയ്യും. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? തേർഡ് സ്റ്റെപ്പ് എന്താ വരുന്നത്? ഇൻപുട്ട് പോപ്പുലേഷൻ വാല്യൂസ്. ഇൻപുട്ട് പോപ്പുലേഷൻ വാല്യൂസ് എന്ന് പറയുന്നത് P1, P2 എക്സെട്ര Pn വരെയാണ്. അത് ഈച്ച് എന്തിനെയാണ്? പി ഓഫ് ഐനെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, പോപ്പുലേഷൻ അറ്റ് ബിഗിനിങ് ഓഫ് ഡിക്കേഡ് എന്ന് പറയുന്നത് ഐ ആണ്. അതാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ പി ഓഫ് 1 എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഇൻ 1919 പി ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്? 2000 അതിനുശേഷം നമ്മൾ എന്താ? പി ഓഫ് 3 എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഇൻ 2010 വിചാരിക്കാം. അതിനുശേഷം ഇതാണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നത്. ഇനി സെറ്റ് ഐ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെറ്റ് ചെയ്തു. 1 എന്ന് പറഞ്ഞിട്ട് എന്താ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി എന്ത് ചെയ്യുന്നു? നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. വി സ്റ്റാർട്ട് കമ്പാരിസൺ ഫ്രം ദ ഫസ്റ്റ് ഡിക്കേഡുമായിട്ട് എന്ത് ചെയ്യാണ്? കമ്പാരിസൺ ചെയ്യാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? വൈൽ ഐ ഗ്രേറ്റർ ദാൻ n, അതായത് നമ്മൾ ലൂപ്പ് എൻഷുവർ ചെയ്യാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യുക. കറണ്ട് വാല്യൂവിനും കാര്യങ്ങളും എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. വി കമ്പയർ കറണ്ട് ഡിക്കേഡ് വിത്ത് ദ നെക്സ്റ്റ് ഡിക്കേഡുമായിട്ട് എന്ത് ചെയ്യാണ്? കമ്പയർ ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് ഡിക്കേഡ് ഹാസ് നോ നെക്സ്റ്റ് ഡിക്കേഡ്. സോ എന്താണ്? ലൂപ്പ് എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും.
അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇതിനെ, അതായത് നമ്മൾ ഇൻക്രീസ് ചെയ്ത സംഭവത്തെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ഇൻക്രീസ്. അപ്പോൾ ഇൻക്രീസ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഐ പ്ലസ് 1 മൈനസ് പി ഓഫ് ഐ എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? എന്നിട്ട് നമ്മൾ ഇവിടെ എന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിക്കേഡ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? കാൽക്കുലേറ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് പെർസെൻറ്റേജ്, അതായത് ഇൻക്രീസ് ഡിവൈഡഡ് ബൈ പി ഓഫ് ഐ ഇൻറ്റു 100 എന്ന് പറയുന്നത്. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവേർട്ട് ഗ്രോത്ത് ഇൻറ്റു പെർസെൻറ്റേജിലോട്ട് എന്ത് ചെയ്യുന്നു? കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേ ദ റിസൾട്ടിനെ എന്ത് ചെയ്യാണ്? ഡിസ്പ്ലേ ചെയ്യാണ്. അപ്പോൾ എന്താണ്? ഷോ പെർസെൻറ്റേജ് ഇൻക്രീസ് ഫോർ ദാറ്റ് ഡിക്കേഡുമായിട്ട് എന്ത് ചെയ്യാണ്? കാണിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇൻക്രിമെന്റ് ചെയ്യാണ്. ഐനെ ഇൻക്രിമെന്റ് ചെയ്തു. അപ്പോൾ എന്താണ്? ഐനെ ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ മൂവ് ടു ദ നെക്സ്റ്റ് ഡിക്കേഡുമായിട്ട് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. ഇതാണ് എന്തെന്ന് പറയുന്നത്? എൻഡ് ഓഫ് ദ അൽഗരിതം എന്ന് പറയുന്നത്. ഇതിലിപ്പം ഈ സ്റ്റാർട്ടും സ്റ്റോപ്പും എന്ന് പറയുന്നത് എങ്ങനെ വേണം? നമുക്ക് ഓവൽ ഷേപ്പിലായിരിക്കണം വേണ്ടത്. അതേപോലെ തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും എങ്ങനെയായിരിക്കണം? പാരഗ്രാമിലായിരിക്കും വേണ്ടത്. കാൽക്കുലേഷനും കാര്യങ്ങളും എന്താണ്? റെക്റ്റാങ്കിളിലായിരിക്കണം. കണ്ടീഷൻസ് എന്തിലായിരിക്കണം? ഡയമണ്ടിലായിരിക്കണം വേണ്ടത്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫുൾ മാർക്ക് കിട്ടാനുള്ള ഒരു ഈ അൽഗോരിതം, അതേപോലെ ആ ഫോർമുലയും കാര്യങ്ങളും ഒക്കെ കൊടുത്താൽ മതി. ഓക്കെ. അപ്പൊ നേരത്തെ ചെയ്തിട്ടുള്ള അൽഗോരിതത്തിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് എങ്ങോട്ടാക്കി? ഫ്ലോ ചാർട്ട് ആക്കി. നമ്മുടെ ക്വസ്റ്റ്യനിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലോ ചാർട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു? ഇൻപുട്ട് നമ്പർ ഓഫ് ഡിക്കേഡ് n എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇൻപുട്ടിന്റെ പോപ്പുലേഷൻ വാല്യൂ എന്ന് പറയുന്നത് പി ഓഫ് ഐ 1 to n ആയി. സെറ്റ് ഐ ഈസ് ഈക്വൽ ടു 1 ആയി. ഈസ് ഐ ഗ്രേറ്റർ ദാൻ n ആണെന്നുണ്ടെങ്കിൽ s ആണ്. അപ്പൊ എന്ത് ചെയ്തു? ഇൻക്രീസ് പി ഓഫ് ഐ പ്ലസ് 1 മൈനസ് പി ഓഫ് ഐ എന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്തു? പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഡിവൈഡഡ് ബൈ പി ഓഫ് ഐ ഇൻറ്റു 100 എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്പ്ലേ ചെയ്തു. പെർസെൻറ്റേജിനെ ഡിസ്പ്ലേ ചെയ്തു. ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1 എന്നാക്കിയിട്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? റിപ്പീറ്റ് ചെയ്തിട്ട്, ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നോ ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. ഇതാണ് എന്തെന്ന് പറയുന്നത്? അൽഗോരിതം പറയുന്നത്. ഓക്കെ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ 11ാമത്തെ ബി ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് ദ ആവറേജ് mileage of a car in kilometers per liter after 6 fill-ups at petrol pumps. Input data include the number of liters of diesel, the starting odometer reading and the odometer reading at each fill-up എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു കാറിന്റെ ആവറേജ് മൈലേജ് ആണ്, അതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വി നീഡ് ടു കാൽക്കുലേറ്റ് എന്ത് വേണം? ആവറേജ് മൈലേജ് എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഫ്യൂവൽ ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? ഗിവൺ എന്തൊക്കെയാണ്? സ്റ്റാർട്ടിംഗ് ഓഡോമീറ്റർ റീഡിംഗ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ആൻഡ് ഓഡോമീറ്റർ റീഡിംഗ് ആഫ്റ്റർ 6 fill ups ആണ്. ലിറ്റേഴ്സ് ഫിൽസ്ഡ് അറ്റ് ഏജ് fill ups ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് കൊടുത്തു. അതിനുശേഷം എന്താണ്? സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഇൻപുട്ട് സ്റ്റാർട്ടിംഗ് ഓഡോമീറ്റർ റീഡിംഗ് O0 ആണ്. അപ്പൊ അതെന്താണ്? ഡിസ്റ്റൻസ് ബിഫോർ ജേർണി ബിഗിൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ. അതിനുശേഷം സ്റ്റെപ്പ് 3 എന്താണ്? ഇൻപുട്ട് ഓഡോമീറ്റർ റീഡിംഗ് ആഫ്റ്റർ ഈച്ച് ഓഫ് 6 fill-ups. O6 ആണ്. O6 എന്ന് വെച്ചാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് ഈ തേർഡ് സ്റ്റെപ്പിൽ പറയുന്നത്. ഇനി ഫോർത്ത് സ്റ്റെപ്സിൽ ഇൻപുട്ട് ലിറ്റേഴ്സ് ഓഫ് ഡീസൽ ഫിൽഡ് അറ്റ് ഈച്ച് fill-ups ആണ്. അതെന്ന് പറയുന്നത് സംതം ഇതിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ ലേത് സം ചെയ്യാണ് പോകുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് total distance is equal to എന്താണ്? O6 minus O0. അതായത് എന്താണ്?
അതിനെ ടോട്ടൽ ഡിസ്റ്റൻസിനെ കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് O6 - O0 എന്ന് പറയുന്നത്. അപ്പോൾ സിക്സ്ത് സ്റ്റെപ്പ് എന്താണ്? സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ടോട്ടൽ ഫ്യൂവലിനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഫ്യൂവൽ ഈസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ലിറ്റേഴ്സ്. ഓൾ ലിറ്റേഴ്സിന്റെ സം ആയിരിക്കും അവിടെ വരിക. ദെൻ നമ്മൾ എന്താ ചെയ്യുന്നത്? സെവൻത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് മൈലേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൈലേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ ഫ്യൂവൽ ആണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഡിസ്പ്ലേ ചെയ്യണം, മൈലേജിനെ ഡിസ്പ്ലേ ചെയ്യണം. അതിനുശേഷം അത് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്ലോ ചാർട്ട് ആണ്. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഫ്ലോ ചാർട്ട് ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഇൻപുട്ട് O0, O6 ആൻഡ് ഫ്യൂവൽ വാല്യൂസ് ആണ് കൊടുക്കുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്ത് പറഞ്ഞു? O6 - O0 എന്ന് പറഞ്ഞു. എന്നിട്ട് ടോട്ടൽ ഫ്യൂവൽ ഈസ് ഈക്വൽ ടു സം ഓഫ് ലിറ്റേഴ്സ്. സം ഓഫ് ലിറ്റേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം മൈലേജ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഫ്യൂവൽ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? മൈലേജ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് മൈലേജ് എന്ന് പറയുന്നത് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ ഓക്കെ, അപ്പൊ 12th ക്വസ്റ്റ്യനും എന്താക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? എ പാർട്ടും ബി പാർട്ടും ആക്കിയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ എ പാർട്ടിന് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കുറെ ഉണ്ട് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എ സ്റ്റാൻഡേർഡ് സയൻസ് എക്സ്പെരിമെന്റ് ഈസ് ടു ഡ്രോപ്പ് എ ബോൾ ആൻഡ് സീ how high is it bounce. Once the bounciness of the ball has been determined, the ratio given a bounciness index. For example, if a ball dropped from a height of 10 feet bounce 6 feet high, the index is 0.6 at the total distance traveled by the ball is 60 feet after the bounce. If the ball were to continue bouncing, the distance after 2 bounce would be 10 feet plus 6 feet plus 6 feet plus 3.6 feet is equal to 25.6 feet. Note that the distance traveled for each successive bounce is the distance to the floor plus 6.0 of the distance as the ball becomes back up. Write an algorithm that lets the user enter the initial height of the ball, bounciness index, and the number of times the ball is allowed to continue bouncing. Out should be the total distance traveled by ball. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബൗൺസിങ് ബോൾ ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്. മാർക്ക് എത്രയാണ്? 6 മാർക്കാണ് വരുന്നത്. അപ്പൊ പ്രോബ്ലം നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു ബോൾ എന്ത് ചെയ്തു? ഡ്രോപ്പ് ഫ്രം ദ ഹൈറ്റ്. എവിടെ നിന്നാണ്? എച്ചിൽ നിന്ന്, ഹൈറ്റിൽ നിന്ന് എന്ത് ചെയ്തു? അത് എന്ത് ചെയ്തു? ഡ്രോപ്പ് ചെയ്തു. ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് ഈ ബൗൺസ് റീച്ച് ചെയ്യുന്നത് എന്താണ്? ന്യൂ ഹൈറ്റ് ഈസ് ഈക്വൽ ടു പ്രീവിയസ് ഹൈറ്റ് ഇൻ ടു ബൗൺസ്നെസ് ഇൻഡെക്സ് ആയിരിക്കും വരിക. ദെൻ നമ്മൾ എന്താണ്? ഓക്കെ, ദെൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈച്ച് ബൗൺസ് ആഡ് ചെയ്യുന്നുണ്ട്. എന്ത്? ഡൗൺവേർഡ്സ് ആയിട്ടുള്ള ഡിസ്റ്റൻസും അപ്വേർഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസും. അപ്പോൾ ഇനീഷ്യൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇനീഷ്യൽ ഡ്രോപ്പ് ഡിസ്റ്റൻസിനെ നമ്മൾ h ആക്കിയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇനീഷ്യൽ ഡ്രോപ്പ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു h എന്ന് കൊടുത്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഈച്ച് ബൗൺസ് ആഡ് ചെയ്യുമ്പോൾ 2 into എന്തായിരിക്കും? കറണ്ട് ഹൈറ്റ് 2 into നിങ്ങൾക്ക് മനസ്സിലാവുന്നറിയില്ല. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അതിനെ കുറിച്ച് നോക്കാം. അപ്പോൾ അൽഗോരിതം ചെയ്യാം. അൽഗോരിതം ചെയ്ത് ഇവിടെ എത്തുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് പറയാം.
ഓക്കെ, അപ്പൊ അൽഗോരിതം എന്ത് ചെയ്തു, നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഫസ്റ്റ് എന്താണ്, ഇൻപുട്ട് ഇനീഷ്യൽ ഹൈറ്റ് എന്ന് പറയുന്നത് h ആണ് ഇനീഷ്യൽ ഹൈറ്റ് വരുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് എന്താണ് വരുന്നത്, ഹൈറ്റ് ഫ്രം വിച്ച് ബോൾ ഈസ് ഡ്രോപ്ഡ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് അതായത് ഇൻപുട്ട് ഇനീഷ്യൽ ഹൈറ്റ് h കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇൻപുട്ട് ബൗൺസ് ഇൻഡെക്സ് ബി ആയിരിക്കും വരിക. അപ്പോൾ റേഷ്യോ ഓഫ് ബൗൺസ് ഹൈറ്റ് ടു പ്രീവിയസ് ഹൈറ്റ് ആണ്. അതിനുശേഷം എന്താണ്, ഇൻപുട്ട് നമ്പർ ഓഫ് ബൗൺസ് n ആണ്. അതായത് എന്തെന്ന് പറയുന്നത്, ഇൻപുട്ട് നമ്പർ ഓഫ് ബൗൺസ് n ആക്കി എടുത്തു. എന്നിട്ട് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, സെറ്റ് ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു h ആക്കിയിട്ട് എന്ത് ചെയ്യണം, ടോട്ടൽ ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. ഓക്കെ, അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യണം. അപ്പോൾ അതെന്താണ്, ഇനീഷ്യൽ ഫോൾ ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, കറണ്ട് ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, യൂസ്ഡ് ടു എന്തിനു വേണ്ടിയിട്ടാണ്, നെക്സ്റ്റ് ബൗൺസിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, റിപ്പീറ്റ് ഫോർ i ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. i ഈസ് ഈക്വൽ ടു n എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ്, ലൂപ്പാണ്. ലൂപ്പ് ഫോർ ഈച്ച് ബൗൺസിന് വേണ്ടിയിട്ടുള്ള ലൂപ്പാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ കറണ്ട് ഹൈറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, കറണ്ട് ഹൈറ്റ് ഇൻറ്റു ബി ആണ് വരുന്നത്. അതേപോലെ ഇവിടെ എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് പ്ലസ് 2 ഇൻറ്റു കറണ്ട് ഹൈറ്റ്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ചാൽ ബോൾസ് ഗോസ് അപ്പ് ആണ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ബോൾസ് കംസ് ഡൗൺ ആണ് എന്ന് പറയുന്നത് സെയിം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഡിസ്പ്ലേയിൽ എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കാണിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്തു, h ഈസ് ഈക്വൽ ടു 10 ft എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, ഫീറ്റ് എന്ന് പറഞ്ഞിട്ട്. b ഈസ് ഈക്വൽ ടു എന്ത് കൊടുത്തു, 0.6 എന്ന് കൊടുത്തു. n ഈസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്തു. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ത് വരും, അപ്പോൾ 10 6 പ്ലസ് 6 3.6 3.6 എന്ത് വരും, 29.2 ഫീറ്റ്സ് ആയിരിക്കും ആൻസർ വരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതെന്താണ്, ലൈറ്റ് ട്രാവൽസ് അറ്റ് 3 into 10 raised to 8 meter per second. A light year is the distance a light beam travels in 1 year. Write an algorithm that input as large distance value in meters and display it in last year എന്നുള്ളതാണ്. അപ്പൊ എന്താണ്, ഇതിനെന്താണ് ചെയ്യുന്നത് വെച്ചാൽ കൺവേർട്ട് മീറ്റേഴ്സ് ടു ലൈറ്റ് ഇയർ ആണ്. അപ്പൊ അതാണ് എന്തെന്ന് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന് എത്രയാണ്, 3 മാർക്സ് ആണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഈക്വൽ ടു 3 into 10 raised to 8 meter per second ആണ് വരുന്നത്. അപ്പൊ 1 ഇയർ എന്ന് പറയുന്നത് ഇതിനെ കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ 1 year is equal to 16 into 16 into 24 into 365 seconds ആണ്. അതെന്ന് പറയുന്നത് 1 light year എന്ന് പറയുന്നത് 9.46 into 10 raised to 15 meters ആയിരിക്കും ഉണ്ടായിരിക്കാം. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അൽഗോരിതത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഇൻപുട്ട് ഡിസ്റ്റൻസ് ഇൻ മീറ്റർ DL ആയിട്ട് എന്ത് ചെയ്ത്, ഇത് ഡിസ്റ്റൻസ്, എന്നിട്ട് സെറ്റ് സ്പീഡിനെ സെറ്റ് ചെയ്തു. അതെന്താണ്, 3 into 10 raised to 8 ആക്കി സെറ്റ് ചെയ്തു. ദെൻ അതിനെന്ത് ചെയ്തു, സെറ്റ് സെക്കൻഡ്സ് പെർ ഇയർ ആക്കിയിട്ട്, സെറ്റ് സെക്കൻഡ്സിന് എന്താണ്, സെറ്റ് സെക്കൻഡ്സ് പെർ ഇയർ സെക്കൻഡ്സ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പൊ എന്താണ്, 16 into 16 into 24 into 365 ആണ് വരുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, കാൽക്കുലേറ്റ് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്, 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് എന്താണ്, സ്പീഡ് ഇൻറ്റു സെക്കൻഡ്സ് ആണ് അത് വരുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഡിസ്റ്റൻസിനെ കൺവേർട്ട് ചെയ്തു. അതെന്ന് പറയുന്നത് എന്താണ്, കാൽക്കുലേറ്റ് ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു d ഡിവൈഡഡ് ബൈ എന്താണ്, 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നതാണ്. അതിനുശേഷം നമ്മൾക്ക് എന്ത് ചെയ്യണം, റിസൾട്ടിന് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഡിസ്പ്ലേ ലൈറ്റ് ഇയർ എന്താണോ അത് ഡിസ്പ്ലേ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, അത് സ്റ്റോപ്പ് ചെയ്തു.
ഇത്രയാണ് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു, ഫ്ലോ ചാർട്ടിലോട്ട് കൺവേർട്ട് ചെയ്തതാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു, എന്നിട്ട് ഇൻപുട്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d ആക്കി കൊടുത്തു. അതുപോലെ തന്നെ എന്താണ് 1 ലൈറ്റ് ഇയറിനെ നമ്മൾ എന്ത് ചെയ്തു, കമ്പ്യൂട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ലൈറ്റ് ഇയർ ഈസ് ഈക്വൽ ടു d ഡിവൈഡഡ് ബൈ 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഡിസ്പ്ലേ റിസൾട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്തു. ഇതൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇത്രയും മനസ്സിലായോ? അപ്പൊ നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂളിൽ 9 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം. കാരണം ഇതിൽ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യണം, അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്, അങ്ങനെ എങ്ങനെ നമുക്ക് ഫുൾ മാർക്ക് ക്രാക്ക് ചെയ്യാം എന്നുള്ള കേസാണ് നമ്മൾ ഈ സ്ലൈഡിൽ മൊത്തം നമ്മൾ പറയുന്നത്. അത് ഓരോ സ്റ്റെപ്പിനെയും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.